സുഹൃത്തുക്കളെ, നിയമസഭയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ധവളപത്രത്തെക്കുറിച്ച് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ പ്രധാനമായി രണ്ട് വിഷയങ്ങൾ തമസ്കരിച്ചിരിക്കുകയാണ്. ഒന്ന്, സ്വകാര്യ വ്യക്തിയുടെ കടവും സർക്കാരിൻ്റെ കടവും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാതെ സാമ്പത്തിക സ്ഥിതികളെക്കുറിച്ചുള്ള ചില ഫിഗറുകൾ മാത്രം കണ്ടുകൊണ്ട് അതിനെക്കുറിച്ച് നടക്കുന്ന ചർച്ചകളും പഠനങ്ങളും അപകടകരമായ ധാരണകളാണ് സൃഷ്ടിക്കുന്നത്. രണ്ടാമത്, സാമ്പത്തിക സ്ഥിതികളെക്കുറിച്ചുള്ള ചർച്ചകൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ചില ഫിഗറുകളിൽ അല്ല, മറിച്ച് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്താണ് എന്ന പരിശോധനയിലാണ്. നിർഭാഗ്യവശാൽ ഈ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ആണ് ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് ചർച്ചകൾ നടക്കുന്നത്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഒരു പരിശോധന നടത്തുവാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ഒന്നാമത്, സ്വകാര്യ വ്യക്തികളുടെ കടവും സർക്കാരിൻ്റെ കടവും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട്. ഒരു വ്യക്തി മറ്റൊരാളിൽ നിന്നും കടം വാങ്ങിക്കുകയും ആ പണം തിരികെ കൊടുക്കുകയും ചെയ്യുമ്പോൾ സമ്പത്ത് ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് മാറ്റപ്പെടും. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി സർക്കാർ ജനങ്ങളിൽ നിന്നും പണം വാങ്ങുകയും തിരികെ കൊടുക്കുകയും ചെയ്യുമ്പോൾ ആ സമൂഹത്തിൽ സമ്പത്തിൻ്റെ റീഡിസ്ട്രിബ്യൂഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. അല്പം കൂടെ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഒരു കുടുംബനാഥൻ കുടുംബാംഗങ്ങളുടെ കഴിവ് വർദ്ധിപ്പിക്കുവാനും സമ്പത്ത് വർദ്ധിപ്പിക്കുവാനും ക്ഷേമത്തിനും ഒക്കെ വേണ്ടി ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നും ചിലപ്പോൾ പണം കടം വാങ്ങി ചെലവാക്കാറുണ്ട്. അങ്ങനെ കടം വാങ്ങി ചെലവാക്കുന്നത് ചിലപ്പോൾ തിരിച്ചു കൊടുത്തെന്നിരിക്കും, ചിലപ്പോൾ തിരിച്ചു കൊടുക്കണ്ടായിരിക്കും. ആ കടം പോലെയല്ല, ആ കടം പോലെയാണ് സർക്കാർ ഒരു സമൂഹത്തിൽ നിന്നും കടം വാങ്ങി ആ സമൂഹത്തിൻ്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ചെലവാക്കുന്നത്. ഇത് മനസ്സിലാക്കാതെ സർക്കാരിൻ്റെ കടം അതിൻ്റെ ഫിഗറിനെ മാത്രം കണ്ടുകൊണ്ട് കൂടുതലാണെന്നും കുറവാണെന്നും അപകടകരമാണെന്നും ഒക്കെ ചർച്ച നടത്തുന്നത് ശരിയായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അല്ല. ഇതാണ് ഒരു പ്രശ്നം. ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ കാണേണ്ടതുണ്ട്. സ്വകാര്യ വ്യക്തികളും കമ്പനികളും ഒക്കെ വളരുന്നത് കടം വാങ്ങിച്ചുകൊണ്ടാണ്. ഒരു കമ്പനി കൂടുതൽ കടം വാങ്ങിച്ചിട്ട് വളരുമ്പോൾ വീണ്ടും കൂടുതൽ കടം വാങ്ങിക്കുന്നു. ഇതാണ് കമ്പനികളുടെ ഒക്കെ വളർച്ചയുടെ രഹസ്യം. സർക്കാരിനെ സംബന്ധിച്ചും ഇതുപോലെ ആയിരിക്കണം. കടം വാങ്ങേണ്ട എന്ന് വിചാരിച്ചാൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കും. കടം വാങ്ങി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുമ്പോഴാണ് ജനങ്ങൾക്ക് ക്ഷേമമുണ്ടാകുന്നത്. സർക്കാരിൻ്റെ ഉത്തരവാദിത്വം അതാണ്. അതുകൊണ്ട് സർക്കാർ എത്ര രൂപ കടം വാങ്ങിയിട്ടുണ്ട്, അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല സർക്കാരിൻ്റെ കടത്തിൻ്റെ ഇമ്പാക്ട്സിനെ വിലയിരുത്തേണ്ടത്. ഇതാണ് ഈ രണ്ട് കാര്യങ്ങൾ പരിഗണിക്കാതെ നടക്കുന്ന ചർച്ചകൾ ആരോഗ്യകരമായ ചർച്ചകൾ അല്ല. ചുരുക്കത്തിൽ എത്ര വായ്പയുണ്ട്, അത് വർദ്ധിക്കുകയാണോ എന്നുള്ളതല്ല പരിശോധിക്കേണ്ടത്. പരിശോധിക്കേണ്ട പ്രധാന വിഷയം ധനകാര്യ മാനേജ്മെൻറ്റ് ഇഫക്റ്റീവാണോ, ഫലവത്താണോ എന്നുള്ളതാണ്.
അതിലടിസ്ഥാനപരമായ പാളിച്ചകൾ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കേണ്ടത്. ധനകാര്യ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. ഒന്ന്, വായ്പ നല്ലതാണെങ്കിലും ഒരു പരിധിയുമില്ലാതെ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ധനകാര്യ മാനേജ്മെൻറ്റ് അപകടകരമാണ്. അനിയന്ത്രിതമായിട്ട് പരിധി ലംഘിച്ചുകൊണ്ടാണോ കടം വാങ്ങുന്നത് എന്നുള്ളതാണ് പരിശോധിക്കേണ്ട ഒരു വിഷയം. ഇതിനെ സംബന്ധിച്ച് ഫിസ്ക്കൽ റിഫോം ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് റിവ്യൂ കമ്മിറ്റി ഒരു നിർദ്ദേശം നൽകുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കടം ആഭ്യന്തര ദേശീയ വരുമാനത്തിൻ്റെ 40% കൂടാതിരിക്കണം. സംസ്ഥാനങ്ങളുടേത് 20% കൂടാതിരിക്കണം. ഇതാണ് നിലവിലിരിക്കുന്ന ഒരു നിർദ്ദേശം. എന്നാൽ കേന്ദ്രത്തിൻ്റെ കടം 58.6% വർദ്ധിച്ചിരിക്കുകയാണ്. പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ കടം അവരുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 45-46% ഉയർന്ന തോതിലാണ്. കേരളത്തിൻ്റേത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് 38% വരെ ആയിരുന്നു. ഇപ്പോഴത് 33% കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പൊതുവെ നോക്കിയാൽ ഈ നിർദ്ദേശത്തിനെ ലംഘിച്ചുകൊണ്ട് കേന്ദ്രങ്ങളും സംസ്ഥാനങ്ങളും എല്ലാം കടം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഗുണകരമായ ഒരു അവസ്ഥയല്ല. അതിൽ നിയന്ത്രണം കൊണ്ടുവരണം എന്നുള്ളതിന് തർക്കമില്ല. പക്ഷേ ഈ സ്ഥിതിവിവര കണക്കുകൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കടക്കണിയിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ് എന്നുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണ്. കേരളം കടക്കെണിയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ കടത്തിൻ്റെ അനുപാതം അല്പം കുറച്ചുകൊണ്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ വർദ്ധിക്കാതെ സൂക്ഷിക്കുന്നതാണ് ഇവിടുത്തെ ആരോഗ്യകരമായ സമ്പദ് വ്യവസ്ഥയ്ക്ക് നല്ലത് എന്നുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അതോടൊപ്പം തന്നെ മറ്റൊന്ന്, ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ വിഷയം അടിസ്ഥാനപരമായ ധനകാര്യ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചുള്ള അടിസ്ഥാനപരമായ പ്രശ്നം മുമ്പ് പലരും ചൂണ്ടിക്കാട്ടിയ ആ വിഷയം ഇപ്പോൾ ധവളപത്രവും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ റവന്യൂ വരുമാനത്തിൻ്റെ 56% ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളവും പെൻഷനും കൊടുക്കുവാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു. അതിനോടൊപ്പം 21% പലിശയോടെ കൊടുത്തു കഴിയുമ്പോൾ ആകെ 77% കഴിയുമ്പോൾ 21% ഉള്ളൂ മറ്റെല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി. ഇതാണ് ഒരു പ്രശ്നം. മറ്റൊന്ന്, കേന്ദ്രത്തിലെ ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കലാണെങ്കിൽ കേരളത്തിൽ അത് 5 വർഷത്തിലൊരിക്കലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഓരോ 5 വർഷം കൂടുന്തോറും ഈ ബാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ ധനകാര്യ സ്ഥിതിയെ വളരെയധികം അപകടത്തിലാക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം. ആ പ്രശ്നം ഈ ധവള പത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ശമ്പളവും പെൻഷനും വളരെ ഉയർന്നതാണ്. പക്ഷേ നിയമപരമായി അതൊരു കാരണവശാലും കുറയ്ക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ശമ്പള പരിഷ്കരണം 5 വർഷം വീതം, ഓരോ 5 വർഷത്തിലും എന്നുള്ളത് 10 വർഷത്തിൽ വീതം ആക്കുവാൻ നിയമപരമായിട്ടും ധാർമ്മികമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. നിർഭാഗ്യവശാൽ അതിനെക്കുറിച്ച് ധവളപത്രം സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അതിനെക്കുറിച്ച് UDFും LDFും മാധ്യമങ്ങളും മൗനം പാലിക്കുകയാണ്. അതുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോലും അതിനെക്കുറിച്ചുള്ള ചർച്ചകളില്ല. ഇവിടെ അപ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം വിസ്മരിച്ചുകൊണ്ടാണ് ഇവിടെ ഇത്തരം ചർച്ചകൾ നടക്കുന്നത്. പ്രധാനപ്പെട്ട വിഷയം വിസ്മരിച്ചുകൊണ്ട് അയഥാർത്ഥമായ ചില വിഷയങ്ങളും അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് ധവള പത്രത്തിൽ തന്നെ പറയുന്നുണ്ട്, ഉദ്യോഗസ്ഥന്മാരുടെ
റിട്ടയർമെൻറ്റ് പ്രായം 1 വർഷം വർദ്ധിപ്പിച്ചാൽ ലാഭമുണ്ടാക്കാവുന്നത്. ശുദ്ധ അബദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ലാഭമല്ല, നഷ്ടം വർദ്ധിക്കുകയുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. ഒരു ഉദ്യോഗസ്ഥൻ റിട്ടയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് 1 ലക്ഷം രൂപയായിരിക്കും ശമ്പളമുള്ളത്. 1 വർഷം കൂടെ റിട്ടയർമെൻറ്റ് ദീർഘിപ്പിച്ചാൽ അയാൾക്ക് അടുത്ത 1 വർഷം കൂടെ 1 ലക്ഷം രൂപ കൊടുക്കണം. അതിന് പകരം പുതിയ ആളിനെ അവിടെ നിയമിച്ചാൽ 50,000 രൂപ കൊടുത്താൽ മതി. അപ്പോൾ 50,000 ഗുണം 1 വർഷം 10,000 പേർ റിട്ടയർ ചെയ്യുന്നെങ്കിൽ ഗുണം 10,000 എത്ര രൂപയാണ്? അത്രയും രൂപ മൊത്തത്തിൽ രാജ്യത്തിന് നഷ്ടമാണ്. ഇതാണ് വസ്തുത. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് ലാഭമാണെന്ന് പറയുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ വിദഗ്ധന്മാർ പോലും നടത്തുന്നു എന്നുള്ളതാണ് നിർഭാഗ്യകരമായിട്ടുള്ള കാര്യം. റിട്ടയർമെൻറ്റ് പ്രായം ദീർഘിപ്പിച്ചാൽ അവരുടെ റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് 1 വർഷത്തെ സാവകാശം കിട്ടും എന്നുള്ള ഒരു കൺവീനിയൻസ് മാത്രമാണുള്ളത്. ആ സത്യം പറയാതെ അത് ലാഭകരമാണെന്ന് പറയുന്ന തരത്തിലുള്ള ചർച്ചകൾ ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത് എന്നുള്ളത് നിർഭാഗ്യകരമാണ്. ചുരുക്കത്തിൽ സർക്കാരിൻ്റെ സാമ്പത്തിക കാര്യസ്ഥതയെക്കുറിച്ചും കൈകാര്യത്തെക്കുറിച്ചും ഒക്കെ ഉള്ള ചർച്ചകൾ സമൂഹത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കണം. പക്ഷേ ഇവിടെ നടക്കുന്ന ചർച്ചകൾ അതിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ അവഗണിച്ചുകൊണ്ട് ഉള്ള ചർച്ചകളാണ് നടക്കുന്നത്. അത് കണ്ടെത്തുന്ന നിഗമനങ്ങൾ പലതും തെറ്റാണ്. അപ്പോൾ തെറ്റിനെ ശരിയാക്കിക്കൊണ്ട് ഉള്ള ഒരു സാമൂഹ്യ മനസാക്ഷിയും അതിൻ്റെ ഫലമായിട്ട് സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ള അപകടമാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ചകളിൽ അടിസ്ഥാന പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. സർക്കാരിൻ്റെ കടമെടുക്കുന്നത് അപകടമാണ് എന്നുള്ള ധാരണ തെറ്റാണ്. പക്ഷേ ധനകാര്യ മാനേജ്മെൻറ്റ് അവിടെ വേണ്ട ശ്രദ്ധകൾ ഉണ്ടാകണം. അത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകുന്നില്ല. അത് ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം.